ഒന്ന് ഇടണം. അങ്ങ് കടലിന്റെ സെന്ററിൽ എനിക്ക് വയ്യ സെറ്റാവും. ഞങ്ങൾ മേലെ പോയി ഹായ് ഫ്രണ്ട്സ്, നമ്മൾ പാരാസൈലിങ്ങിനായിട്ട് പോവട്ടെ. ഒന്ന് ചേഞ്ച് ചെയ്യേണ്ടതുണ്ട്. ഗോവ ബീച്ചിനെ പറ്റി നമ്മൾ ഇത്ര അധികം പറഞ്ഞിട്ടുണ്ടെങ്കിലും ഗോവ ബീച്ചിലെ സുന്ദരിമാർ ഗായ്സ്, ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ഗോവയിൽ രണ്ടാമത്തെ ദിവസം ഇവിടെ കാലങ്കോട്ട് ബീച്ചിൽ നമ്മൾ എത്തിയിട്ടുണ്ട്. കൽക്കുട്ട ബീച്ച് എന്നാ പറയുമൊക്കെ. ഇത് ബാഗ ബീച്ചിന് അടുത്ത് തന്നെ കേട്ടോ. നോർത്ത് ഗോവയിലാണ് ഇപ്പോൾ നമ്മൾ നിലവിലുള്ളത്. ഇവിടെ ബീച്ച് സൈഡിലേക്ക് വന്ന സമയത്ത് ഇവിടെ ഒരുപാട് റൈഡേഴ്സ് അവൈലബിൾ ആണ്. പാരച്യൂട്ട്, അതുപോലെ തന്നെ സർഫേസ്, ജെറ്റ് ബൈക്കിംഗ് ഉണ്ടല്ലോ, അത്തരത്തിലുള്ള ഒരുപാട് ആക്ടിവിറ്റികൾ അവൈലബിൾ ആണ്. പിന്നെ നമുക്ക് ബാഗ ബീച്ചിൻ്റെ ആ സൈഡിലാണ് ഉള്ളത്. ഈ കാലങ്കോട്ട ബീച്ച് എന്ന് പറയുമ്പോൾ അതിനകത്ത് ആളുകൾ അവിടെ ഇല്ല. ഈ ബീച്ച് ഏരിയയിലേക്ക് നമുക്ക് പോയി നോക്കാം. ബാഗ ബീച്ചിലേക്ക് ബീച്ച് മെയിൻ വരികയാണെങ്കിൽ ബീച്ചിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിൻ വരികയാണെങ്കിൽ എന്താന്ന് അപ്പുറത്തും ഇപ്പുറത്തും നോക്കാതിരിക്കുക. അത് ഇവിടെ നിന്ന് നോക്കി പോകും. പിന്നെ ഗോവ ബീച്ചിനെ പറ്റി നമ്മൾ ഇത്ര അധികം പറഞ്ഞിട്ടുണ്ടെങ്കിലും ഗോവ ബീച്ചിലെ സുന്ദരിമാർ അതൊരു രക്ഷയില്ലല്ലേ. നല്ല ഭംഗിയുള്ള കുട്ടികളാണ്. ഇവിടെയുള്ള ആളുകളെല്ലാം ഒക്കെ പുറത്തുനിന്ന് വരുന്ന ആളുകളാണ്. എല്ലാവരും എൻജോയ്മെന്റിനായിട്ട്, പൂർണ്ണമായിട്ടുള്ള എൻജോയ്മെന്റിനായിട്ട് വരുന്ന ഒരു സ്ഥലം തന്നെയാണ് ഈ ഗോവ എന്നത്. ഗോവയിലെ നോർത്ത് ഗോവ സ്പെഷ്യൽ. സൗത്ത് ഗോവയിലേക്കുള്ള ഒരു യാത്ര നമുക്ക് എന്തായാലും ചെയ്യണം. എങ്ങനെയാണ് ആണെന്ന് അറിയണമല്ലോ. എല്ലാവരും പറഞ്ഞ അഭിപ്രായ പ്രകാരം നോർത്ത് ഗോവയാണ് അടിപൊളിയായിട്ടുള്ളത്. നമുക്ക് ട്രൈ ചെയ്യാം. പാരച്യൂട്ട് അവിടെ ഇവിടെ നിങ്ങൾ വില വെച്ചിക്കഴിഞ്ഞാൽ അത് രാവിലെ വരണം കേട്ടോ. രാവിലത്തെ അവസ്ഥയിലാണ്, തിരക്കൊന്നും ഇല്ലാത്ത അവസ്ഥയിൽ വന്നു കഴിഞ്ഞാൽ മാക്സിമം നമ്മളവിടെയൊക്കെ അല്ലേ പുറത്തൊക്കെ ആണെങ്കിൽ 1200 റേറ്റ് വരിക. പാരച്യൂട്ട് ബോട്ടിങ് പാരച്യൂട്ടാണ്. അപ്പോൾ ഇവിടെ പറഞ്ഞിട്ടില്ല ലാസ്റ്റ് എത്ര 750 നമുക്ക് കിട്ടേണ്ടതാണ് ലാസ്റ്റ്. 800 അവർ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ വില വെച്ചാണെങ്കിൽ കിട്ടും. ആക്ടിവിറ്റി 5 ആക്ടിവിറ്റിക്ക് എത്ര 1200. 5 ആക്ടിവിറ്റി പാക്കേജ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ 5 റൈഡേഴ്സ് ഉണ്ട്. 5 റൈഡേഴ്സിനാണ് കൂടിയിട്ട് ചെറിയ എമൗണ്ട് ആകുള്ളൂ. ഇവിടെ എന്തായാലും അവർ മാക്സിമം കുറയ്ക്കും. കാരണം ഒരുപാട് ഭയങ്കര കോമ്പറ്റീഷൻ ഉണ്ട്. ഒരുപാട് ആളുകളുള്ളതുകൊണ്ട് തന്നെ ക്യാഷ് കുറയ്ക്കും അവർ. അടുത്ത റൈഡർ കണ്ടോ, യമഹേൻ്റെ വേവ് റണ്ണറാണ്. വേവ് റണ്ണർ ഒരുപാട് റൈഡേഴ്സ് ഉണ്ടോ, ഒരുപാട് ആളുകളുണ്ടോ അവിടെ. കുറേ ആളുകൾ കുളിക്കാനായിട്ട് എത്തിയിട്ടുണ്ട്. ആരുടെ വിസിലടിക്കുന്നത്? അപ്പോൾ ഫ്രണ്ട്സ്, റോഷൻ കണ്ടോ അവിടെ അവന് കുളിക്കാൻ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. റോഷൻ നമ്മൾ ഇറങ്ങിയിട്ടില്ല. അതിനുള്ള കാരണം പറഞ്ഞുതരാം. നമ്മൾ റൂം വെക്കേറ്റ് ചെയ്ത് ഇന്ന് തന്നെ ഇവിടുന്ന് നാട്ടിലേക്ക് പോകുന്ന രീതിയാണെങ്കിൽ തീർച്ചയായിട്ടും കടലിൽ അന്നേ ദിവസം രാവിലെയൊക്കെ ഇറങ്ങാത്ത നല്ലത്. കാരണം ഒരുപാട് സ്ഥലങ്ങളിൽ വീണ്ടും നമുക്ക് യാത്ര ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ അതൊരു ക്ഷീണമായിട്ട് മാറാനുള്ള എല്ലാവിധ ചാൻസും ഉണ്ട്. അപ്പോൾ എന്ത് ചെയ്യാം, നമുക്ക് ഈ സൈഡിലുള്ള എൻജോയ്മെൻ്റൽ ആക്ടിവിറ്റീസൊക്കെ ഉണ്ട്. അതൊക്കെ ഒന്ന് കാണാൻ പോയിട്ട്. പിന്നെ ബീച്ച് ഇവിടെ ഭയങ്കര പ്രൊട്ടക്ഷൻ ഉണ്ട്. ഒരു സീനുമില്ല. പ്രൊട്ടക്റ്റഡായിട്ട് നിങ്ങൾക്ക് കുളിക്കാം. കാരണം ഒരു റോപ്പൊക്കെ കെട്ടിയിട്ട് സെറ്റാക്കി വെച്ചിട്ട് നമുക്ക് ഈ റൈഡില്ലേ, ഈ റൈഡറിൻ്റെ ഭാഗമുണ്ട്. അവിടെ നിന്ന് പോയി ഒക്കെ ഭയങ്കര അതീവ സുരക്ഷയിലാട്ടോ ഇവിടെ എല്ലാവിധ പ്രവർത്തനങ്ങളും. ഒരു വിദേശ വനിത ഇതർ സൈഡ് മേ ആയേഗ, ലെഫ്റ്റ് സൈഡ് മേ. അത്യാവശ്യം ഏജിലായുള്ള ആളാണ്. നമുക്കൊരു ബോട്ടിങ് പാരാസൈലിംഗ് ചെയ്താലോ? പാരാസൈലിംഗ് स्टार्टिंग है होने तो हमारे को फोटो डालो तो इंस्टा पे आएगा तुम्हारा आईडी। हाँ ट्रैवल से कहीं कर रहे हैं, देख जाना तुम्हारा और ले हम करते हैं कितने यूट्यूब में फिर हाई आएगी ट्रैवल से नहीं इधर के वो व्हाट्सएप में लेके आलो स्क्रीनशॉट छोटा महाराष्ट्र केरला। ये हमारा वीडियो आता है क्या उसमें?
അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ പാരാസൈലിങ്ങിനായിട്ട് പോകട്ടെ. ഡ്രസ്സൊന്ന് ചേഞ്ച് ചെയ്യേണ്ടത്. ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിവിടെ ഓം ശിവ ബീച്ച് കഫേ നിന്നാണ് പാരാസൈലിങ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ജസ്റ്റ് ഷൂ ഒക്കെ നൂല കടലിൽ ആദ്യമായിട്ട് ഇറങ്ങാൻ പോകുന്നത്. എന്താണ് ഫീലിങ്, എന്താണ് ഫീലിങ്, എങ്ങനെയാണെന്ന് ഒന്നും അറിയില്ല കേട്ടോ. കണ്ടറിയേണ്ടി വരും. കോമഡി ആവും. റോഷ ഫസ്റ്റ് ടൈമാണ് പാരാസൈലിങ്. ഇത് വലിയ തുടക്കമുണ്ട്. പാരാസൈലിങ് നമ്മൾ വരാറുണ്ട്. അപ്പോൾ ഏതായാലും നമ്മൾ ഡ്രസ്സും ചേഞ്ച് ആക്കിയിട്ട് എന്തായാലും ചിലപ്പോൾ നനയാനുള്ള ചാൻസ് ഉണ്ട്. ചിലപ്പോൾ നടക്കുള്ളൂ. അപ്പോൾ അച്ഛന്മാരെ നമ്മൾ പാരാസൈലിങ്ങിനായിട്ട് പോയിട്ട് പോകാൻ ആദ്യമായിട്ട് കടലിൻ്റെ നേരെ കൂടെ അങ്ങ് ദൂരത്ത് കണ്ടോ നമ്മളെ പാരച്ചൂട്ട് കണ്ടോ, പാരച്ചൂട്ട് അവിടേക്കാണ് പോകാനായിട്ട് പോകുന്നത്. നാളെ നല്ല ചൂടാലോ, എൻ്റെ ചെരുപ്പിക്ക് വേണ്ടത് അവിടെ വക്കത്തല്ല. പാരച്ചൂട്ടിനായിട്ട് നമുക്ക് വരുന്നത് ഇവിടെ ലാസ്റ്റ് അവർ എല്ലായിടത്തും ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ 1200 പറയും. 1200 രൂപയാണ് ലോങ് കിട്ടുക. അടുത്തേക്ക് 800 രൂപയാണ്, 800 റുപ്പീസ്. പക്ഷേ ദൂരത്തേക്ക് 1200 രൂപയാണ്. നമ്മളിവിടെ ഒന്നുകൂടെ പറഞ്ഞ് വില പേശണം. വില പേശി കഴിഞ്ഞാൽ നിങ്ങൾക്ക് റേറ്റ് കുറയും. റേറ്റ് കുറയ്ക്കാം. കാരണം ഒരുപാട് 1-2 ഓപ്ഷനോ അല്ല, ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഫസ്റ്റ് ടൈമായിട്ട് ചെറിയ നെർവസ് ഉണ്ടാവും. ചെറുതായിട്ട് നെർവസ് ഉണ്ട്. ഇല്ലയെന്ന് ഒരിക്കലും പറയില്ല. അപ്പോൾ മച്ചാമാരെ നമ്മൾ പാരാസൈലിങ്ങിനായിട്ട് ആദ്യമായിട്ട് പോകട്ടോ. ഇത് വീഡിയോയിൽ ഫസ്റ്റായിട്ട് നമ്മൾ ചെയ്യും. ഈ ഒരു ബ്ലോഗ് മാത്രമായിട്ട് ഇന്ത്യയിൽ തന്നെ ഗോവ ബീച്ചിൽ വന്ന് കടലിലോട്ട് ആദ്യമായിട്ട് ഞാൻ പോകുന്നത്. കടലിലോട്ട് മീൻസ് ബോട്ടിൽ ആദ്യമായിട്ട് പോവാണ്. അതിലുപരി നമ്മൾ പാരാസൈലിങ് ആദ്യമായിട്ട് ചെയ്യാനായിട്ട് പോകണം. നമ്മുടെ കുഴപ്പമില്ല, അങ്ങ് കടലിൻ്റെ സെൻറ്ററിലേക്ക് ഇരിക്കുക വയ്യ, സെറ്റാവും. നമ്മളെ ബോട്ടിനായിട്ടുള്ള വെയിറ്റിംഗ് ആട്ടാ. ബോട്ട് ഇപ്പം വരും. രാവിലെ വന്നപ്പോൾ തന്നെ ചെറിയൊരു ആഗ്രഹം ഉണ്ടായിരുന്നു ചെയ്യണം. പക്ഷേ നമ്മൾ രാവിലെ ഒരുപാട് യാത്രകൾ ചെയ്യാനുള്ളതുകൊണ്ട് കുറച്ച് ലേറ്റ് ആയതാണ്. എന്തായാലും ബോട്ട് വന്നിട്ട് പോവാം. ബോട്ടിനായിട്ടുള്ള വെയിറ്റിംഗ് ആട്ടോ. ഇവന്മാർ നമ്മളെ പണിഞ്ഞതാണോ എന്നൊരു ഡൗട്ടുണ്ട്. ബോട്ട് കറക്റ്റ് എടാ, നമ്മളങ്ങനെ അവിടെ നിന്ന് വേറൊരു സ്ഥലത്തേക്ക് പോകട്ടോ. ഇതെന്താ സംഗതി അറിയില്ല. എന്തോ ബോട്ട് കിട്ടാനില്ല കേട്ടോ. നമ്മൾ വരുമ്പോൾ തന്നെ എങ്ങനെ എന്ത് സംഭവം. എടാ, ഇവിടെ നിന്ന് കിട്ടിയിട്ട് കേട്ടോ. അതായത് ജാക്കറ്റ് ഒന്ന് ഇടണം. Kerala? Kerala Malappuram. I'm in Varkala beach. You are working. Working. Come. Go inside parachute.